അതുകൊണ്ട് തന്നെ പൊതു ചടങ്ങുകളിലും സ്വകാര്യ ചടങ്ങുകളിലുമൊക്കെ നിലവിളക്ക് കൊളുത്തുക പോലെയുള്ള അതേപോലെ തന്നെയുള്ള അത്തരത്തിലുള്ള ഒരു മത ആചാരങ്ങളെ ഒരു മുസ്ലിം എന്ന നിലക്ക് അത് നിർവഹിക്കുവാൻ പാടുള്ളതല്ല. കേട്ടല്ലോ അല്ലേ? ഇത്രയും ദിവസം എന്തുകൊണ്ട് ഇങ്ങനെയൊരു കടുത്ത നിബന്ധന വരുന്നില്ല ലീഗിൻ്റെ ഭാഗത്ത് നിന്നും എന്ന് ആലോചിക്കുകയായിരുന്നു. എന്തായാലും ബഹുമാനപ്പെട്ട ഹുസൈൻ സലാഫി വ്യക്തമായി പറഞ്ഞു വച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളായ MLA-മാർ, മുസ്ലിങ്ങളായ മന്ത്രിമാർ, ഭരണാധികാരികൾ, അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റവർ, അവർ ഒരിക്കലും ഒരു ചടങ്ങിലും പോയി നിലവിളക്ക് കൊളുത്തുകയോ അതുപോലെ തന്നെ മറ്റു മതങ്ങളുടെ ഒരു ചടങ്ങുകളും ഒരു ആചാരങ്ങളും നിർവഹിക്കുന്നതായി കാണുകയോ ചെയ്യരുത്. അതൊരു മുന്നറിയിപ്പാണ്. മുസ്ലിം ഭരണാധികാരികളായ MLA-മാരുണ്ടാകും, മന്ത്രിമാരുണ്ടാകും, അള്ളാഹുവിൻ്റെ പേരിൽ പ്രതിജ്ഞ എടുത്തിട്ടുള്ള ആ നിലക്കുള്ള ഗൗരവത്തോടുകൂടി അവരുടേതായ ആ ഉത്തരവാദിത്തം ഏറ്റിട്ടുള്ള ആളുകളോടും പറയാനുള്ളത്, നിങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്നുള്ള ഒരു ഓർമ്മ കൂടി നിങ്ങൾക്കുണ്ടാകണം. മറ്റുള്ളവരേക്കാൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ തൻ്റേതായ സ്വത്വത്തെ, തൻ്റേതായ ഐഡൻറ്റിറ്റിയെ നിലനിർത്തേണ്ടവരാണ്. ഒരു രാജ്യത്ത് എന്താണോ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം അത് ആ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ അനുസരിച്ച് കൃത്യമായി നിർവഹിക്കുന്നതിനോടൊപ്പം തന്നെ അതിനേക്കാൾ നിങ്ങൾക്ക് വലിയ ഒരു കടമയുണ്ട്. നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മുമ്പിൽ 5 നേരം നിസ്കരിക്കുമ്പോൾ ഞാനിതാ എല്ലാം നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു, ഞാൻ യഥാർത്ഥ മുസ്ലിമാണ്, ഞാനൊരിക്കലും ബഹുദൈവാരാധനയുടെ പിറകെ പോവുകയില്ല എന്ന ഒരു പ്രതിജ്ഞ കൂടി നിങ്ങൾ എടുക്കുന്നുണ്ട്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്തും ഇതേ അവസ്ഥ തന്നെ ഉണ്ടായിരുന്നു. വീമ്പ് പറച്ചിൽ മതേതര സർക്കാരാണെന്നാണ്. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതാക്കളുടെ വീമ്പ് പറച്ചിലും IUML എന്നത് ഒരു സർവ മതേതര പാർട്ടിയാണെന്നാണ്. രാജ്യത്തെ മതനിരപേക്ഷതയൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ കക്ഷിയാണ് മുസ്ലിം ലീഗ് എന്നാണ് വൈപ്പ്. ഇതിപ്പോൾ ലീഗിൻ്റെ MLA-മാർക്ക് മാത്രമായിട്ടല്ല ഹുസൈൻ സലഫി ഈ ഒരു ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത എല്ലാ മുസ്ലിം ആയ എല്ലാ MLA-മാർക്കും, കോൺഗ്രസിലെ മുസ്ലിം MLA-മാർക്കടക്കം, കോൺഗ്രസിലെ മുസ്ലിം മന്ത്രിമാർക്കടക്കം, ഘടകകക്ഷികളിലെ മുസ്ലിം MLA-മാർക്കടക്കം, ഇവർക്കെല്ലാം ഇത് ബാധകമാണെന്നാണ് ഈ ഹുസൈൻ സലാഫി ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത്. ഒരു ദൈവത്തിലെ വിശ്വസിക്കാവൂ, സ്വന്തം മതത്തിൻ്റെ നിലപാടുകൾ വിട്ട് വേറൊന്നും ചെയ്യരുത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഒരു മത പുരോഹിതൻ അല്ലെങ്കിൽ ആ മതത്തിൻ്റെ സമുദായ നേതാവെന്ന് അവകാശപ്പെടുന്ന ഹുസൈൻ സലാഫിയെ പോലുള്ള ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ സ്വന്തം മതത്തിൽപ്പെട്ട ചിട്ടകൾ അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഇസ്ലാമുകളായ MLA-മാരോടും ഇസ്ലാമുകളായ മന്ത്രിമാരോടുമൊക്കെ പറയുന്നത് മനസ്സിലാക്കാം. മുമ്പും ഇതേ വിവാദമുണ്ടായിരുന്നു. ലീഗിൻ്റെ മന്ത്രിമാർ, മുസ്ലിം മന്ത്രിമാർ പൊതു ചടങ്ങുകളിൽ നിലവിളക്ക് കൊളുത്തരുത്. അതുതന്നെയാണ് ഇവിടെ ലക്ഷ്യം വച്ചിരിക്കുന്നത്. നിലവിളക്കടക്കമുള്ള ഒന്നും കൊളുത്തരുത്. മെഴുകുതിരി കൊളുത്തി തൃപ്തി അടേണ്ടി വരും. എന്തായാലും ഇനി മുസ്ലിം മന്ത്രിമാരും മുസ്ലിം MLA-മാരുമൊക്കെ ഇനിയൊരു പ്രഖ്യാപനം കൂടി നടത്തേണ്ടി വരും, നിലവിളക്ക് കൊളുത്തുന്നതല്ല എന്ന്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നിങ്ങളൊരു പൊതുപരിപാടിയിൽ നിലവിളക്ക് കൊളുത്തിയില്ലെങ്കിലും ആ പൊതുപരിപാടി നടക്കും. പക്ഷേ കേരളത്തിൻ്റെ സംസ്കാരമാണ് ഒരു ചടങ്ങ് ആരംഭിക്കുമ്പോൾ നിലവിളക്ക് കൊളുത്തുകയുന്നത്. എന്തിന്? നമ്മുടെ നാട്ടിലെ ഒരു ചെറിയ പെട്ടിക്കട പോലും, അല്ലെങ്കിൽ ഒരു ലോട്ടറി കച്ചവടക്കാരൻ പോലും അദ്ദേഹത്തിൻ്റെ ചെറിയ പെട്ടിക്കട ആരംഭിക്കുന്ന ആ ദിവസം ആരെങ്കിലും കൊണ്ട് അല്ലെങ്കിൽ സ്വയമേവ ഒരു നിലവിളക്ക് കൊളുത്തി വയ്ക്കാറുണ്ട്. അത് ഹിന്ദു മതത്തിൻ്റെ മാത്രം അവകാശപ്പെട്ട ഒന്നല്ല. ഈ നിലവിളക്ക്, കുത്തുവിളക്ക്, പിടിവിളക്ക്, ചെറിയ ഇടിഞ്ഞിൽ, ഇതൊക്കെ കേരളമെന്ന ഈ ഒരു സംസ്ഥാനത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഈ സംസ്കാരം മനസ്സിലാകാത്ത ഇതുപോലുള്ള ആൾക്കാർ ഇനിയും ഇത്തരം ഉദ്ബോധനങ്ങൾ, പ്രവചനങ്ങൾ, ഫത്വകളൊക്കെ കൊണ്ടുവരും. അത് കേൾക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഇതേ മുസ്ലിം മന്ത്രിമാർ തന്നെയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരും MLA-മാരും അവരെങ്കിലും അവരുടെ നിലപാട് ഇതിൽ വ്യക്തമാക്കണം. നിങ്ങൾ നിലവിളക്ക് കൊളുത്താൻ വിസമ്മതിക്കുമോ? കേരള സംസ്കാരത്തിനൊത്ത് ഒരു മന്ത്രി എന്ന നിലയിൽ മുന്നോട്ട് പോകാൻ, മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ നിങ്ങൾക്ക് വൈമനസ്യമുണ്ടോ, വൈമുഖ്യമുണ്ടോ? കാത്തിരുന്ന് കാണാം.